ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഇന്ന് ഞാനൊരു യമനി ബ്രെഡിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നത്. യമൻ മലവ ബ്രെഡ് എന്നാണ് ഇതിൻ്റെ പേര്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബ്രെഡ്. ചിക്കൻ കറിയുടെ കൂടെ, അതുപോലെ ബീഫ് കറിയുടെ കൂടെ, പിന്നെ എഗ് റോസ്റ്റ്, അതിനൊക്കെ കൂടെ നല്ല പെർഫെക്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു ബ്രെഡ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഡ്രൈഡ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വെക്കാം. അപ്പോൾ ഇനി ഇത് സോക്ക് ചെയ്ത് നല്ല ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ട് വേണം അടുത്ത പരിപാടി ചെയ്യാൻ. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഈസ്റ്റ്. ഇനിയിപ്പോൾ നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന് വേണ്ട ഒരു ഡോ തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈസ്റ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിന് വെള്ളം, ചെറു ചൂടുള്ള വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ആവശ്യത്തിന് ചേർത്തിട്ട് ഈ ഒരു പൊടി നമുക്ക് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചെടുക്കുകയാണ്. ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റ് ഡോ ആക്കിയിട്ട് മാറ്റാം. അപ്പോൾ അത്യാവശ്യമൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്തേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്നുകൂടെ നല്ല പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാനും പറ്റും. പിന്നെ നമ്മുടെ കയ്യിലൊന്നും അങ്ങനെ ഒട്ടുകയില്ല. അപ്പോൾ ഈ ബ്രെഡ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ ബട്ടറോ വേണം ചേർക്കാനായിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഡോ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുകയാണ്. കാരണം ഇനി നമ്മളിത് റെസ്റ്റിന് വേണ്ടിയിട്ട് വെക്കും. അപ്പോൾ ആ സമയത്ത് ഈ മാവങ്ങ് പൊങ്ങി വരുമല്ലോ, അപ്പോൾ സൈഡിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുകയാണ്. 1 മണിക്കൂർ ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിന് ശേഷമാണ് ഇനി ബാക്കി പരിപാടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് നെയ്യ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഓയിൽ ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റും ആ ഒരു സ്മെല്ലും കിട്ടില്ലെന്നേ ഉള്ളൂ. ഓയിൽ മതിയെന്നുണ്ടെങ്കിൽ ഓയിൽ ചേർക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലും കുറച്ച് നെയ്യും, അല്ലെങ്കിൽ കുറച്ച് ഓയിലും കുറച്ച് ബട്ടറും അങ്ങനെ യൂസ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതാ 1 മണിക്കൂറിന് ശേഷം ഈ മാവ് എടുത്ത് നോക്കിയപ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. ഞാൻ ആ നെയ്യിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് എള്ളാണ്. ബ്ലാക്ക് എള്ളുണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. ഞാൻ എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വൈറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് കുറച്ച് മൈദപ്പൊടി. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഡോ ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ താഴെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ബ്രെഡ് കുറച്ചൊരു കട്ടിയിലുള്ള ബ്രെഡാണ് കേട്ടോ, വളരെ നൈസായിട്ടുള്ളതല്ല. ഏതാണ്ട് ഒരു കുബൂസിനേക്കാളും ഒരല്പം കൂടിയൊക്കെ കട്ടി കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ ബോളാക്കിയിട്ട് നമ്മൾ എടുക്കുമ്പോഴും കുറച്ച് കട്ടിയിൽ വേണം ഈ ഡോ നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ച് ഈ ഡോനെ ഒന്ന് ബോളാക്കിയിട്ട് എടുക്കുകയാണ്. റൗണ്ടാക്കിയിട്ട് എടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അത് വെക്കുന്ന സമയത്ത് അതിൻ്റെ താഴെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് വേണം ഇത് വെച്ചെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ താഴെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ റൗണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരല്പം നെയ്യൂടെ ഒഴിച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും എത്തിച്ചു കൊടുക്കുകയാണ്. ഇനി ഇങ്ങനെ ബോളാക്കി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റെങ്കിലും
ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇതൊന്നുകൂടെ പൊങ്ങി വരും. എന്നിട്ടാണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഒന്നുകൂടെ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ പരത്തിയെടുക്കാൻ നമുക്ക് കുഴലിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ കൈ വെച്ച് തന്നെ പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മുടെ കൈ വെച്ചിട്ട് നന്നായി പരത്തിയെടുക്കുകയാണ്. നമുക്ക് എത്രത്തോളം പരത്താൻ പറ്റുമോ അത്രയും പരത്തിയെടുക്കുകയാണ്. എല്ലാ സൈഡിലേക്കും ഒരുപോലെ വലിച്ചെടുത്താൽ തന്നെ ഇത് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ കിട്ടും. നല്ല നൈസായിട്ട് വേണം ഇതിനെ വലിച്ച് വലുതാക്കിയിട്ട് എടുക്കാനായിട്ട്. നമ്മൾക്ക് പറ്റുന്ന അത്രയും വലിച്ചെടുക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഞാനിതിനെ പരത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ കുറച്ച് മൈദപ്പൊടിയും ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് എള്ള് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്യണം. അപ്പോൾ ഒരു സൈഡിലേക്ക് മാത്രം ഫോൾഡ് ചെയ്താൽ മതി. ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് എല്ലാ സൈഡിലേക്കും വലിച്ചെടുക്കുക, ഒന്ന് പരത്തിയെടുക്കുക, ഒന്ന് കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഒറ്റ സൈഡിലേക്ക് മാത്രമേ നമ്മൾ ഫോൾഡ് ചെയ്യുന്നുള്ളൂ. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക, പിന്നെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് എള്ളിട്ട് കൊടുക്കുക. ഇനി ഇതിനെ വീണ്ടും ഒരു സൈഡിലേക്ക് മടക്കി കൊടുക്കുകയാണ്. ഇനി ഇതിനെ നേരത്തെ ചെയ്ത പോലെ ഒന്നുകൂടെ എല്ലാ സൈഡിലേക്കൊന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം വീണ്ടും കുറച്ച് പൊടി, കുറച്ച് നെയ്യ്, എള്ള് ഇങ്ങനെ വീണ്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ഇതിനെ ഒന്ന് കോണായിട്ട് മടക്കിയെടുക്കാം. എന്നിട്ട് അതിനെ നമുക്കൊരു ബോളാക്കിയിട്ട് മാറ്റാം. അപ്പോൾ എല്ലാ ബോൾസും ഞാൻ ഇതുപോലെ പരത്തി മടക്കി ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അതിനുശേഷം നമ്മളിതിനെ ഇനി പരത്തിയിട്ട് ചുട്ടെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ വലിയൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പരത്തിയെടുക്കുമ്പോൾ അത്യാവശ്യം ഒരു കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. വല്ലാണ്ട് നൈസായിട്ട് എടുക്കരുത്. കുറച്ചൊരു കട്ടിയായിട്ടാണ് നമ്മുടെ ഈ അപ്പം വരുന്നത്. ഇനി പാൻ വെച്ച് ചൂടാക്കുക. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ബ്രെഡ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ സാധാരണ പൊറോട്ടയൊക്കെ ചെയ്യുന്നത് പോലെ നമുക്കിതിനെ ചുട്ടെടുക്കാം. പിന്നെ ചുട്ടെടുക്കുമ്പോൾ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ചുട്ടെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുത്താൽ ഉൾഭാഗം വെന്ത് വരാണ്ട് വരും. കാരണം കുറച്ച് കട്ടിയുള്ളതാണല്ലോ. അപ്പോൾ ഉൾഭാഗം വെന്ത് കിട്ടാണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട്. ഇപ്പോൾ 2 സൈഡും ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാ ബ്രെഡും നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ എല്ലാ ബ്രെഡും ഇതുപോലെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എഗ് റോസ്റ്റിൻ്റെ കൂടെയാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമുക്ക് കാണാൻ പറ്റും. കാണുമ്പോഴേ അറിയാം നല്ല സോഫ്റ്റായിട്ട് ഉൾഭാഗം ഒരുപാട് ലെയറായിട്ടൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പൊറോട്ടയുടെ ഒക്കെ പോലെ തന്നെ ഒരുപാട് ലെയറായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്. പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാൻ. നമ്മൾ സാധാരണ പത്തിരി, ചപ്പാത്തി ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമല്ലോ, അതുപോലെ തന്നെ ഉള്ളൂ. കൂടുതൽ പാടൊന്നുമില്ല. പിന്നെ പത്തിരിയുടെ ഒന്നും പോലെ പരത്തിയെടുക്കാനുമില്ല. ജസ്റ്റ് നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് പരത്താനേ ഉള്ളൂ. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബ്രെഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.